മനുഷ്യൻ പൊതുവെ അധികാരം ഇഷ്ടപ്പെടുന്നവരും അതിനുവേണ്ടി എത്ര കഷ്ടപ്പാടുകൾ സഹിക്കാൻ തയ്യാറുള്ളവരുമാണ്. ബുദ്ധിയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അധികാരം എന്നുള്ളത് വളരെ നിസ്സാരമാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഖലീഫ ഹാറൂൻ റഷീദിന്റെ ഭരണകാലത്ത് ആ കാലഘട്ടത്തിലെ വലിയ പണ്ഡിതനായ ഇബ്നു സമ്മാക്ക് ഹാറൂൻ റഷീദുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. സംസാരത്തിനിടയിൽ ഹാറൂൻ റഷീദ് ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് കുടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇബ്നു സമ്മാക്ക് ചോദിച്ചു, നിങ്ങൾക്ക് ഈ വെള്ളം കുടിക്കാനുള്ള കഴിവെങ്ങാനും ഒരു നിമിഷം ഇല്ലാതായി പോയാൽ നിങ്ങൾ അത് തിരിച്ചെടുക്കാൻ എത്ര ചെലവഴിക്കാൻ തയ്യാറാണ്? ഹാറൂൻ റഷീദിന്റെ മറുപടി, വെള്ളം കുടിക്കുക എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ്. അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എൻ്റെ സമ്പത്തിന്റെ പകുതി, എൻ്റെ അധികാരത്തിന്റെ പകുതി ചെലവഴിച്ചിട്ടാണെങ്കിലും ഞാൻ അത് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ആയിക്കോട്ടെ, നിങ്ങൾ വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ഹാറൂൻ റഷീദ് വെള്ളം കുടിച്ച ഉടനെ മറ്റൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ് ഇബ്നു സമ്മാക്ക്. നിങ്ങൾ ഈ കുടിച്ച വെള്ളം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അള്ളാഹു സംവിധാനിച്ച സംവിധാനങ്ങളിലൂടെ പുറത്തു പോകാത്തൊരവസ്ഥ നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അതിനു വേണ്ടി എത്ര ചെലവഴിക്കാൻ തയ്യാറാണ്? അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എൻ്റെ അധികാരം മുഴുവനും ചെലവഴിച്ചിട്ടാണെങ്കിലും ഞാനത് തിരിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഉടനെ തന്നെ ഇബ്നു സമ്മാക്ക് പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ അധികാരം എന്ന വലിയ സ്ഥാനം കേവലം ഒരു തുള്ളി വെള്ളത്തിൻ്റെയും ഒരു തുള്ളി മൂത്രത്തിൻ്റെയും ഇടയിലുള്ള വളരെ നിസ്സാരമായ ഒന്നാണെന്ന്. അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ നോക്കുമ്പോൾ നമ്മൾ നേടുന്ന അധികാരങ്ങളൊക്കെ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാകും.